ചോറിൻ്റെ കൂടെയും മറ്റുള്ള പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു തോരൻ തയ്യാറാക്കിയാലോ. നെത്തോലി തോരനാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത്. നെത്തോലി മീനിന് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെത്തോലി മീൻ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയും വാലും ഒക്കെ മാറ്റിയതിന് ശേഷം ഉള്ളിലുള്ള മുള്ളും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. മുള്ളെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 12 ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റി തോരന്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം ഒരു സവാള എടുത്താൽ മതി. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ തോരനിൽ നമ്മൾ ഒട്ടും പുളി ചേർക്കുന്നില്ല. പുളി ചേർക്കാതെയാണ് തോരൻ തയ്യാറാക്കുന്നത്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റി തോരത്തിന്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതാ ഇത്ര മതി. ഇനി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിൽ നിന്ന് അല്പം വെള്ളം ഊറി വരും. ഇത് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട. നമ്മൾ തോരൻ അരയ്ക്കുന്നത് പോലെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് വന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല രുചിയുള്ള നല്ല മണത്തോട് കൂടിയിട്ടുള്ള നമ്മുടെ നെത്തോലി തോരൻ ഇവിടെ റെഡിയാണ്. പുളി ചേർക്കാതെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ്